ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ നന്നാവാൻ തീരുമാനിച്ചു. ആരൊക്കെയാ? ഞാനും മറ്റേ ഇവനും. നമ്മുടെ സന്താശൻ. ഈ ബസ് കാണുമ്പോൾ എന്തായാലൊക്കെ മനസ്സിലായി. നന്നായി, ഞങ്ങൾ നന്നാവുക. പണിയെടുത്ത് ജീവിക്കുവാണ് ഗൈസ് ഞങ്ങൾ. പണ്ടത്തെ അക്കൗണ്ടായോണ്ട് ഞാൻ പേര് പറ്റാത്ത. ഓക്കെ, കാരണം നമ്മുടെ ജോലിക്ക് ഇറങ്ങി. ജോലി എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ മൂട്ടിച്ചല്ല, ഇത് മോഷണമല്ല കേട്ടോ ഗൈസ്. എനിക്ക് വണ്ടി ഹാൻഡ് ബ്രേക്ക് കേട്ടെ. ഇത് മോഷണമല്ല, ഇത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നാ നമുക്ക് ജോബ് കിട്ടി ഗൈസ്. ഇത് ഏതാ വണ്ടി നോക്ക്? KSRTC മിന്നൽ മൂന്നാർ ബസ്സാണ് എൻ്റെ ബസ്. ഇതും KSRTC വെണ്ട മൂന്നാറാണ് ഗൈസ്. നമ്മളെന്തായാലും ജോലിക്ക് പോവാണ് ഗൈസ്. ജോലിക്കെന്ന് പറഞ്ഞാൽ എങ്ങോട്ടാന്നറിയോ? മൂന്നാറിൽ ചുരയിറങ്ങാൻ പോടൂ. അത്ര ഉണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് പോയാലോ? പിന്നെ ഞാൻ വണ്ടി കയറി പറഞ്ഞ പോലെ തന്നെ നമ്മള് ഇനി മുതൽ ജോലിയാണ് അങ്ങോട്ട്. എൻ്റെ മിന്നലിൽ എന്ന് പറഞ്ഞാലും അത്ര സ്പീഡൊന്നും എടുക്കുന്നില്ലേ. കാരണം ഞാനറിയോ, എല്ലായിടത്തേക്കല്ലേ ഇടിച്ചു തുടങ്ങിയോളൂ. KSRTC ആകുമ്പേ അവർ ഞങ്ങളോട് ഒരു റൂള് പറഞ്ഞായിരുന്നു, മാക്സിമം വണ്ടി ഇടിച്ചു പൊളിക്കാൻ. മാക്സിമം 100%. നമ്മൾ 100% കൊണ്ടുപോയി വണ്ടി നശിപ്പിക്കുകയാണ്. എന്തായാലും KSRTC ആൾക്കാരെയൊക്കെ നമ്മൾ കയറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇത് ആദ്യം നമ്മളിട്ടേക്കുന്ന ബസ് മോഡിൻ്റെ വീഡിയോസായിട്ട് ഒരു ബന്ധമില്ലാത്ത വീഡിയോ ആണ്. അതുകൊണ്ട് ഇതെന്ന് പറയുന്നത് നമ്മൾ സ്റ്റോറി മോഡായിട്ടാണ് നിങ്ങൾ കൂട്ടിയാൽ മതി. ഇനി കാണുന്ന മൊത്തം സ്റ്റോറി മോഡാണ്. ഞങ്ങൾക്ക് ഇതെന്നാന്ന് ഞങ്ങൾ പറയത്തില്ല കേട്ടോ. ഇനി ഓക്കെ, നമ്മൾ ഇറങ്ങി നിന്നു. ഇൻഡിക്കേറ്ററോ? ആർക്ക്? ഞാനും മൂന്നാറാണ് പുറകെ കേട്ടിട്ടുണ്ട്. എടാ, ഞാൻ മൂന്നാർ ഊട്ടി റൂട്ടാന്ന് തോന്നുന്നു. ലോഡി മാപ്പ് എത്തിയേ. ഞാൻ വരാം. ഇത് പെട്ടെന്ന് ലോഡിങ് മാപ്പല്ലോ. നമ്മൾ ഫസ്റ്റ് ലോഡിങ് മാപ്പ് ഇപ്പം തന്നെ എത്തി. എന്തായാലും നല്ല നമ്മുടെ ലോഡിങ് ഒക്കെ ആണ് ഫാസ്റ്റ്. പക്ഷേ ഇതൊക്കെ പരസ്യമൊക്കെ കിടക്കും. പരസ്യം വന്നാൽ അപ്പം തന്നെ സ്കിപ്പ് അടിക്കും. അതെ, ഇത് റൂട്ടാ. ഞാൻ വരാം. എന്താ അവിടെ കൊണ്ടുവരത്ത ടോൾ ബൂത്തിൽ കൊണ്ടുവരണം. അണ്ണാച്ചി നമ്മൾ KSRTC തുറക്ക്. എൻ്റെ 5 രൂപയുള്ളൂ കേട്ടോ ബാക്കി. അയ്യോ, ഫ്രീയാ. അതിൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ടേക്കാം. ഞാൻ എടുക്കട്ടെ വണ്ടി. മാക്സിമം നമ്മൾ മര്യാദയ്ക്ക് കളിക്കാനാണ് നോക്കുക. എടാ, ഉള്ളിലത്തെ ക്യാമറ ഇട്. അത് ബാക്കിയെല്ലാം ഹൈഡ് ചെയ്തിട്ടോ. ബാക്കിയെല്ലാം ഹൈഡ് ചെയ്തിട്ടോ. ഒന്നും ആവശ്യമില്ല നമുക്കിനി. അയ്യോ, ഹൈഡ് ചെയ്തപ്പോൾ തന്നെ സാധനം എൻ്റെ വണ്ടിയിൽ മറ്റേ ഇതുണ്ട്. മറ്റേ ചന്ദ്രൻ തൊട്ട് നമുക്ക് ഇവിടെ വഴി മനസ്സിലാവില്ല. മുന്നിൽ ബാരിയർ അതിരിക്കുന്ന പോലെ തോന്നുന്നു. എൻ്റെ വണ്ടിയെ മുന്നേ മറ്റേ റെസ്ലിങ് ചെയ്തിട്ടുള്ള സാധനം കെട്ടി വെച്ചൊക്കെ. എനിക്ക് റെസ്ലിങ്. മഞ്ഞാശനെ നമ്മളും കോടമഞ്ഞ് കയറി. അയ്യോ, ഹാൻഡ് ബ്രേക്ക് പിടിച്ചു. ഒന്ന് വെയിറ്റ്. ഇതാണ് മൂന്നാറിന്റെ ഭംഗി. എഞ്ചിനൊക്കെ ഓഫ് ആക്കി. ഞാനും ഹാൻഡ് ബ്രേക്കേ കയറി ഒരു ചവിട്ട്. ഈ ജാതി വണ്ടി പോയി. ഇതാണ് മഞ്ഞ് വീണായ കാണാമോ? അത്രേ ഉള്ളൂ. നമ്മളെന്തായാലും വണ്ടി ഇടിച്ചു. അയ്യോ, വണ്ടി അവിടെ പിടിച്ചു. അത്രേ ഉള്ളൂ. മഴയത്ത് കണ്ണ് കാണുന്നു, അതിൻ്റെ ഇടയിൽ കൂടെ മഞ്ഞു. എൻ്റെ വണ്ടി പെടച്ചു പോയാശനെ. വരണോ? ഹെൽപ്പർ വരണോ? ഞാൻ ഈ ജില്ല വിട്ടു പക്ഷേ ബ്രേക്ക് പിടിക്കാം. പൈസ കൊടുത്ത് അവിടെ വണ്ടി നിക്ക്, ഞാൻ ഈ സാധനം ഒന്ന് ഇട്ടോട്ടെ. നമുക്ക് ഇവിടെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് നിൽക്കാം വരണ വരെ. ഞാൻ അങ്ങ് ദൂരെ അകലെ കാണുന്നുണ്ട്. എനിക്ക് ഇന്നെ ആദ്യം ഒന്ന് കാണിച്ചായിരുന്നു. മോൺസ്റ്റർ മോന്റെ പേര്. ഞാൻ ഉള്ളിൽ കയറിക്കോട്ടെ, വണ്ടി എടുക്കട്ടെ.
വണ്ടി കാണുന്നില്ല, പേര് കാണുന്നില്ല. കോടയായോണ്ടാടാ. കോടയാണ് മൊത്തം ഇവിടെ. അതെ മഞ്ഞു പോയി. അവിടെ ഇപ്പം മഴയും കാണോ? മഴ എപ്പോഴും കാണുന്നില്ല എന്നെ. നമ്മൾ ഒരുപാട് ദൂരയിലേക്ക് എത്തി ഗൈസ്. ഞാൻ പിന്നെ കാണാൻ കൂടെ ഇല്ല. എന്തായാലും നേരെ എപ്പോഴും നോക്കാം, കാണുമായിരിക്കുമല്ലോ ഗൈസ്. എന്തായാലും ഈ വണ്ടി മൊത്തം ചുരമൊക്കെ കയറുന്ന ഒരു വൈബാണ്. ചൂര ഈ വീഡിയോ കാണത്തില്ലായിരിക്കും. ആണോ? ഇപ്പൊ തന്നെ 5 മിനിറ്റ് ആയി. ഓ, നമുക്കൊരു 10 മിനിറ്റിൽ പിടിച്ചാലോ? ഞാൻ ക്രൂസ് ചെയ്തോണേ. പക്ഷെ ഞാൻ പെടച്ച് വിടുവാണേ. നിന്റെ പുറകെയില്ലേ കാണിക്കുന്നു. സത്യം ഞാൻ 114 പോകുന്നുണ്ട്. നമ്മളെന്തായാലും വണ്ടി ഓട്ടിക്കാണ്. അവൻ്റെ നമ്മൾ കാണുന്ന സ്ഥലത്തെത്തി കഴിഞ്ഞാൽ പ്രശ്നമില്ലായിരുന്നു. ഫുള്ള് സീനാണ്, കറക്റ്റായിട്ട് നമ്മൾക്ക് പോവാം. പക്ഷെ ഇപ്പം അവരെ കാണാൻ കൂടിയില്ല. പ്രശ്നം നീ അവിടെ ഇടിക്കാതെ മാക്സിമം ഓടിക്കേ. എന്തായാലും നേരെ ഈ സ്പീഡ് മാത്രം കാണിച്ചത് 150. നീ ഇത്രയാണ് 168. ഞാൻ 157. നമ്മൾ ആ സ്പീഡ് തന്നെ പോവുകയാണെങ്കിൽ ഇഷാൻ ഇപ്പം തന്നെ പിടിക്കാൻ പറ്റും. ഇഷാനും കുറേ മുന്നിലാണ്, മൈലുകൾ മുന്നിലാണ് ഇഷാൻ നിൽക്കുന്നത്. കിലോമീറ്റേഴ്സ് ഞാൻ ഇവിടെ എത്തി കേട്ടോ. ഇത് കുറവാണ്. അവിടെ എത്തുമ്പോ പറഞ്ഞേ. നമുക്ക് ആ സ്ഥലം ഏകദേശം എടുക്കാറായി. ഇതാണോ? അയ്യോ ഞാൻ ഇടിച്ചിരുന്നു അശ്വനെ. ബ്രേക്ക് ഇടറാ. ഇഷാൻ ഞാൻ കാണുന്നുണ്ട്. ഇതാണോ ഇഷാൻ? അല്ലേ നാളെ ഇടിച്ചു കിടക്കുന്ന ഒരു ബസ് ഉണ്ടോ? നമ്മൾ ഇഷാൻ എടുത്തെത്തിയാണ്. ഇടിക്കില്ല, ബ്രേക്ക് ഇടറാ. നമ്മൾ അങ്ങോട്ടേക്ക് കുറച്ച് ഇടിക്കാൻ പാടില്ല. നമ്മളെ മിന്നലിൽ വെണ്ടയും കൊണ്ടാണ് നമ്മൾ ട്രിപ്പല്ല റൂട്ട് എടുക്കുന്നത്. നല്ല അടിപൊളി ചുരം വഴിയാണ്. നമ്മൾ ആ കാര്യം ആദ്യം കയറ്റിയിട്ടാട്ടോ വീഡിയോ എടുത്തേ. അല്ലെങ്കിൽ അവരുടെ ഫേസ് ഒക്കെ കാണിച്ച് കേസായി വിഷയമായി. അതുകൊണ്ട് വഴി മാറാൻ പറയാം. ഞാൻ മാറില്ല, നോക്കണ്ട. ഞാൻ റോഡിൽ കൂട്ടി ഓടിക്കും. KSRTC ഓവർടേക്കില്ല, നടുവിൽ കൂടി ഓടിക്കാറുള്ളൂ. ആ വരയിൽ കൂടെ ഓടിച്ചേ. ഞാൻ വരയിൽ കൂടെ ഓടിക്കും. ഞാൻ മാഞ്ഞമറ്റത്തേക്ക് വരയിൽ കൂടെ ഓടിക്കും. ലോക്ക്ഡൗൺ ആണ്. ലോക്ക്ഡൗണോ? ഇവിടെ മനുഷ്യരില്ല. അത് നമ്മളെ കണ്ട് മാറിയിരിക്കുന്നതാണ് ഓട്ടാ. അത് സ്പീഡിൽ അത് KSRTC മിന്നലും വെണ്ട വന്ന് കഴിഞ്ഞാൽ ആള് മേടിച്ചു പോലും. വൈപ്പറൊക്കെ ഉണക്കി അത് എത്ര ഞാൻ ചോറുണ്ട്. ഞാൻ 100 110 വിട്ട് തന്നെ പിടിച്ച് ചേർത്താം ചൂരം. നീ എത്രയല്ല പറഞ്ഞേ? 55 57 67 68 ചൂരത്തിലേക്ക് പോവാണ്. പക്ഷെ നമ്മൾ തൊട്ട് മുന്നിലാണ് ഇഷ്ടമുള്ളത്. ഞാൻ ഇനിയിപ്പോ ചവിട്ടാ എനിക്ക് യൂട്യൂബ് ചാനലിന്റെ പേര് ഹാക്കർ ബോയ് വൈറ്റ്. എല്ലാവരും അടിച്ചു നോക്കണ്ട്. സൈക്കോ ബോയ് ആണ്. 44. അയ്യോ ടോൾ ബോത്ത് ഇടിച്ചെന്നേ എൻ്റെ വണ്ടി. തുറന്നൊക്കെ തന്നു. ഒന്നും പറഞ്ഞ അവിടെ ഇടിച്ചു നിർത്തിയില്ല എൻ്റെ വണ്ടീനെ. വണ്ടിയുടെ പുറകേക്ക് ഇത് ഫ്രീ ആണ്. പിന്നെ KSRTC കണ്ടു കഴിഞ്ഞാൽ ടെററാണ്. KSRTC ആയതുകൊണ്ട് നമ്മുടെ KSRTCയുടെ ഒരു കാര്യം. അടുത്ത ലോഡിംഗ് മാപ്പ്. അതന്നെ, അടുത്ത ലോഡിംഗ് മാപ്പ് എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് പറക്കാം ഓക്കെ ഗൈസ്. അടുത്ത ലോഡിംഗ് മാപ്പ് എത്തി. ലോഡിംഗ് മാപ്പ് കഴിയും. നല്ല അടിപൊളി ലോഡിംഗ് മാപ്പൊക്കെ ഇപ്പം എൻ്റെ തോന്നുന്നു. ഇതിലേക്ക് ഇപ്പുറത്ത് വരുമ്പോൾ എൻ്റെ ആവും പറഞ്ഞല്ലേ. വരുമോ? ഈ ലൈറ്റ് ഇവിടെ ആകുമ്പോൾ അത് വരുവേ. എനിക്ക് അങ്ങനെ വന്നേ. അതെ യൂഡോനാൾസ്. യൂഡോനാൾസ് കയറി ഫുഡ് കഴിച്ചാലോ? വേണ്ട, ഫുഡ് കഴിക്കാൻ. ഓക്കെ, ബാക്കി അതിൻ്റെ വീഡിയോ ഒക്കെ പിന്നെ ഇടുന്നതാണ്. അയ്യോ പക്ഷേ റോങ് വേ, റോങ് സൈഡ് കയറിപ്പോയി. പക്ഷെ ഒന്ന് ബ്രേക്ക് ചെയ്യുമോടാ? ഞാൻ വരുവാ. പേര് കാണിക്കല്ലേ ഇപ്പം. റോങ് സൈഡിലേ കുറേ ദൂരെയാണ് ഗൈസ് നമ്മൾക്ക്. പിന്നെ ഗൈസ് നമ്മൾ ബാക്കിയുള്ള വീഡിയോ ഒക്കെ പതിയെ വരുന്നതാണ്. ഇത് ഈ ഇന്തോനേഷ്യയുടെ തന്നെ. പക്ഷെ അതിൻ്റെ അകത്ത് ഇതിനെക്കുറിച്ച് ഒരു ബന്ധമില്ല കേട്ടോ. അത് വേറെ കാര്യം. ഇറ്റ്സ് എ സ്റ്റോറി മോഡിന് വേണ്ടി വേറെ പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയാണ് നമുക്ക്. ഉണ്ടേ എവിടെ ഈ സ്ഥലം? നീ എൻ്റെ അടുത്ത് എത്തുന്നോളല്ലേ. ഇത് സ്റ്റോറി മോഡ് പോലെയും കണ്ടാൽ മതി നിങ്ങൾ. അതെ, അത്രേ ഉള്ളൂ. നിങ്ങളിത് വേറെ ഒന്നും ചിന്തിക്കരുത്. എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ഷാനെ കാണുന്നുണ്ട് മുന്നിൽ. നമ്മൾ എന്തായാലും മാക്സിമം നമ്മൾ തട്ടാതെ മുക്കാതെയാണ് പോകുന്നത്. അതിനിപ്പോൾ ചുരം ഒക്കെ വന്നാലേ ഉള്ളൂ. ചുരം ഈ എപ്പിസോഡിൽ പറയാം. പമ്പ സ്റ്റേഷനിലെത്തിയ
ഗൈസ് ഒരു പണി കിട്ടിയിട്ട് നമ്മുടെ ചുരം അതിൻ്റെ അകത്ത് മിസ്സായി. അതെ ചുരം മിസ്സായോ? ഇങ്ങനെ ചുരം മിസ്സായേ. നമുക്ക് ട്രൈ അടിച്ച് നോക്കാൻ. അതെ ഇപ്പം എന്തായാലും നമുക്കിവിടെ ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ്റെ എൻ്റെ ഗെയിമിൻ്റെ നമ്മളങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നു. ഡെസ്റ്റിനേഷൻ ഇപ്പം എത്തും. ഓ വണ്ടി ഇവിടെ മൊത്തം ഇടിച്ചിരിക്കുകയാണ്. വേന്നു എന്നിട്ട് ഞങ്ങൾക്ക് കട്ട് ചെയ്യാനുള്ള വീഡിയോ. ഓക്കെ ഗൈസ് അത് വേണമെങ്കിൽ ഔട്ട്റോ എടുക്കാൻ. ഭയ നമ്മളെന്തായാലും നമ്മുടെ സ്ഥലത്തെത്തി. ഇതാണ് നമ്മുടെ സ്ഥലം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ ബെല്ലൈക്കൻ ഞെക്കിക്കോ. ബൈ.